ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ വീട്ടിൽ പോയി വാപ്പായെ ഒന്ന് കാണാൻ വേണ്ടി പോയി. കുറേ ദിവസമായിരുന്നു പോയിട്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒന്നെടുത്തതാണ്. അപ്പം ഞങ്ങൾ ഞായറാഴ്ച വൈകിട്ടാണ് അവിടെ എത്തിയത്. അപ്പം മക്കളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ വാപ്പ കുറച്ച് ചക്ക കൊണ്ടുവന്നു. അപ്പോൾ എനിക്കിവിടെ ഈ ചക്കയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇതുപോലെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ വാപ്പ കൊണ്ടുതരും. അങ്ങനെ രാവിലെ ഞാൻ ആ നാത്തൂന്മാരും എല്ലാവരും കൂടി ഇരുന്ന് ചക്കയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. കുറച്ച് വേവിക്കാനും എടുത്തു, കുറച്ച് നമുക്ക് പൊരിച്ച് കൊണ്ടുവരാനും വേണമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴും അവിടെ നിറയെ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. പിള്ളേരെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ചാമ്പയ്ക്ക് മൊത്തം തീർത്തിട്ടേ അടങ്ങുള്ളൂ. ഈ ഒരു ചാമ്പയിൽ ശരിക്കും ചാമ്പയ്ക്ക പിടിക്കും കേട്ടോ, നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ചാമ്പയ്ക്ക. പിന്നെ ഇളയ ആങ്ങളയുടെ മോനാണ് അതിൽ വലിഞ്ഞു കയറി, അവൻ കുറേ പറിച്ച് തന്ന്. കൂടെ ഏറ്റവും മോനും ഉണ്ട്. ഇവർക്ക് ഈ ചാമ്പയ്ക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചാമ്പയ്ക്ക, മാങ്ങ, ഇതൊക്കെ ഉപ്പും കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പറിക്കുകയാണ്. വല്ലപ്പോഴും അല്ലേ അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം പോയി കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷവുമാണ്. അങ്ങനെ കണ്ടോ, നിറയെ ഒരു ബക്കറ്റ് നിറയെ കിട്ടി. പിന്നെ ഈ ഒരു പാത്രം നിറയെയും ചാമ്പയ്ക്ക കിട്ടി. കുറേ ഞങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. പിന്നെ നമുക്ക് പിന്നെ അധിക ദിവസം നിൽക്കാൻ പറ്റില്ല, മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോയതിൻ്റെ പിറ്റേന്ന് തന്നെ തിരിച്ച് വരേണ്ടി വന്നു. വിഷമത്തിലാണ് എന്നാലും വന്നത്. അപ്പോൾ മക്കളൊക്കെ ഒരു ഇലയിൽ ചാമ്പയ്ക്കെല്ലാം നല്ല കഴുകിയിട്ട് ഉപ്പും കൂട്ടി തിന്നുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി നല്ല രസമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ചക്ക ഒരു സൈഡിൽ കൂടെ പൊരിക്കുന്നുണ്ടായിരുന്നു. ചക്ക പൊരിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. പിന്നെ തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി പൊരിച്ചതിന് ശേഷം എടുത്തതാണിത് കേട്ടോ. പിന്നെ ഞങ്ങളപ്പോഴേക്കും പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. മോൾക്ക് എക്സാമൊക്കെ അടുത്ത് വരുന്നു. പിന്നെ അതുപോലെ മോനും കോളേജിലൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. പോയതിൻ്റെ പിറ്റേന്ന് തന്നെ തിരിച്ച് മടങ്ങേണ്ടിയും വന്നു. വിഷമത്തോടെയാണ് വന്നതെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ വിടില്ല. വല്ലപ്പോഴുമാണ് ഒരു 2-3 ദിവസം നിന്നില്ലെങ്കിൽ വാപ്പാക്കും സഹോദരങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പോരുന്നു. ഇതൊക്കെ കണ്ടോ, ചെടികളൊക്കെ കണ്ടോ. എൻ്റെ നാത്തൂന്മാർ നിറയെ ചെടികളും കൃഷിയും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായി. ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ നിറയെ തക്കാളിയും പിന്നെ പച്ചമുളക്, ചീര, ഒരുപാട് ടെറസിൻ്റെ മുകളിലുണ്ട്. പക്ഷേ ഞാൻ സമയം കിട്ടിയില്ല, ഒന്നിനും സമയം കിട്ടിയില്ല. പിന്നെ തലേദിവസം ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് മക്കളുടെ സ്കൂളിൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മണി 10 ആയി. അപ്പോൾ പിന്നെ രാത്രി പിന്നെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഉറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും കയറി കാണാനും ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ. ആ ഒരു മതിലെല്ലാം ഒരുപാട് മുളകും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കുള്ള പങ്ക് എനിക്കും കൂടെ പിച്ചി തന്നാണ്. കുറേ പച്ചമുളകും തക്കാളിയും പിന്നെ ചൊരയ്ക്ക, പിന്നെ പപ്പായയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടെയൊക്കെ എനിക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീട്ടിൽ പോകുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാറുണ്ട്. പിന്നെ വാപ്പ കുറച്ച് മീനൊക്കെ തന്നു വിട്ടിരുന്നു, അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അച്ചാറിടണം. അങ്ങനെയൊക്കെയുള്ള കുറേ ജോലികളുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എടുത്തതാണ്. അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് അങ്ങനെ വഴിയിൽ വന്ന് നിൽക്കുകയാണ്. പിന്നെ അപ്പം ഇളയ സഹോദരനാണ് ഓട്ടോയിൽ വന്നിറങ്ങിയത്. 2 പേരും ഓട്ടോ ഓടിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയ കനാലുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, പിന്നെ ഇതിൽ കൂടുതലും വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതെൻ്റെ മൂത്ത ആങ്ങളയുടെ മോളാണ്.
ഈ 2 വീടും അടുത്തടുത്താണ് കേട്ടോ. ഒരു സ്വന്തം വീടാണ്. മാഷാ അല്ലാ. അപ്പം ഫ്രണ്ടിലും ബാക്കിലുമായിട്ടാണ് 2 പേരുടെയും വീട്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവാണ്. ഞങ്ങളുടെ കൂടെ ഇളയ മോനും കൂടെ ഞങ്ങളുടെ കൂടെ വഴിയിൽ കുറേ ദൂരം വന്നു കേട്ടോ. പാവം അവന് ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾ പോണതിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ പകുതി വഴി വരെ വന്നതാണ്. വന്നിട്ട് പിന്നെ മിഠായിയൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ആൾ വിഷമത്തിൽ നിൽക്കുകയാണ് പാവം. ഇൻഷാ അല്ലാ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.